എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സൈമൺ മാത്യു ദേമാജി. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ ദിവസം കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. വളരെ വിഖ്യാതമായ ഒരു ഭാഗമാണ് കാനാവിലെ കല്യാണം. എല്ലാ മനുഷ്യർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ ഇത്. നാം ഇവിടെ വായിച്ചു കേട്ടത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് ആ കുടുംബം. അവർക്ക് വീഞ്ഞില്ല. ഒരു കല്യാണ വീട്ടിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ അവിടെ സന്തോഷം പെട്ടെന്ന് കുറയും. ഇവിടെ പലതരം ആളുകളുണ്ട്. ചെറിയവരും വലിയവരുമായ അതിഥികൾ, അടുത്തും അകലെയുള്ള ചാർച്ചക്കാർ, പാചകക്കാർ, ശുശ്രൂഷക്കാർ. എന്നാൽ എടുത്തു പറയുന്ന 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 കൂട്ടർ അവിടെയുണ്ട്. ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയയും യേശുവും ശിഷ്യന്മാരുമാണ്. നമ്മോട് വായിക്കുന്ന യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റുകളിലും സമയങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം നാം ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. എപ്പോഴും കർത്താവിനെ സമീപിക്കുന്നൊരു സ്വഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാണെങ്കിൽ അത് വളരെ സന്തോഷമാണ്. ഇവിടെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ യേശുവും ശിഷ്യന്മാരും ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു സ്വാന്തനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ശബ്ദമായിട്ട് നമുക്ക് തോന്നും. ലോകത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും മഹത്വപൂർണമായ വിവാഹം ആയിരുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്രഷ്ടാവും ദൈവവുമായവൻ്റെ പ്രത്യക്ഷ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മഹിമ. അക്ഷരത്തിലുള്ള സാന്നിധ്യം. അവിടെ നോക്കിക്കണം, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് എന്നെ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പം ഈ സംഭവം ഉണ്ടായപ്പം ചിലപ്പം പെൺകുട്ടിയെ പഴി പറഞ്ഞു കാണും, വീട്ടുകാരെ പഴി പറഞ്ഞു കാണും. ആണ്ട പെൺകുട്ടി അവളെ വന്ന് കയറി ഇല്ല നോക്കിക്കോണേ. അല്ലെങ്കിൽ എന്താ കെടുകാര്യസ്ഥതയുള്ള വീട്ടുടമസ്ഥൻ കുറച്ചുകൂടെ ആലോചിച്ചൊക്കെ ചെയ്യണ്ടേ, ഇത്രയും പേരെ വിളിച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു കാണും. എന്നാൽ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു മഹത്വപൂർണനായൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്നുള്ള അറിവ് കർത്താവിൻ്റെ അമ്മ മറിയയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവിനെ കുറിച്ച് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൻ എൻ്റെ ഉപനിധി. അപ്പോൾ യേശുക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. മരണം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു ധാരണ പൗലോസിനുണ്ടായിരുന്നു. നമുക്ക് ഇയ്യോബിലേക്ക് വരാം.
ഇയ്യോബ് എന്താണ് പറയുന്നത്? ഇയ്യോബ് ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എത്ര വലിയ അറിവാണ് ദൈവത്തെക്കുറിച്ച് അവന് ഉണ്ടായിരുന്നത്. പത്രോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിന്നെ വിട്ടിട്ട്? അപ്പോൾ ഈ അറിവാണ് എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസവും ക്രിസ്ത്യ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ അറിയാവുന്ന ഒരാളായിരുന്നു മറിയ. കാരണം മറിയയ്ക്ക് സ്വർഗ്ഗദൂതനാൽ അരുളപ്പാടുണ്ടായിരുന്നു, അവൻ വലിയവനാവും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. മാത്രമല്ല, ഇടയന്മാർ പറഞ്ഞ കാര്യം അവിടെ ചെവിയിലുണ്ട്, വിദ്വാൻമാർ വന്ന കാര്യം അവർക്ക് അറിയാം. ഇനിയും യേശുവിനെ കയ്യിലേന്തി ശിമോൻ എന്ന വയോധികൻ പറഞ്ഞ ആ കാര്യം അവക്കറിയാം. അങ്ങനെ യേശുക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മാതാവ്, ഒരാൾ അവിടെ ഉള്ളതുകൊണ്ട് ഈ വലിയ പ്രതിസന്ധി അതിജീവിക്കുവാൻ തക്കവണ്ണം അവരൊരു മാർഗമായി അവിടെ തീർന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ പ്രതിസന്ധി നമ്മൾ എന്താ ചെയ്യുന്നത്? നാം ആരുടെ അടുക്കലാണ് പോകുന്നത്? നമ്മുടെ ചിന്താഗതി പലപ്പോഴും ഇന്നടുത്ത് പോയാൽ എന്താണ്, അവിടെ പോയാൽ എന്താണ്, അത് ചെയ്താൽ എന്താണ്, ഇന്നാളിനെ കണ്ടാൽ എന്താണെന്നൊക്കെ അത് മനുഷ്യമായി സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ എൻ്റെ പ്രിയ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ, അത് തീർത്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ശലോമോൻ എന്ന് പറഞ്ഞു, നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ എല്ലാവർക്കുമായിട്ട് തുറന്ന ഒരു വാതിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാന്നിധ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാവിലെ എന്നെ കേൾക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ, നിങ്ങളുടെ പ്രശ്നം ഏത് ഗംഭീരമായിക്കോട്ടെ, യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. മറിയ ഇങ്ങനെയാണ് പറഞ്ഞ്, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേനും. നമുക്കറിയാം, യേശു കർത്താവ് പറഞ്ഞു അല്പം തടസ്സം നിന്ന പോലൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ തക്ക സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. അവർ വക്കോളം നിറച്ചു, എടുത്ത് വിരുന്നുവാഴി കൊണ്ട് കൊടുക്കുക. അവർ കൊടുത്തു. ഏറ്റവും ബെസ്റ്റ് വീഞ്ഞ് ഉണ്ടാകുവാനായിട്ടിടയായി. ഏറ്റവും ഉത്തമമായ വീഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവൻ അതിനെ ഏറ്റവും ഉത്തമമാക്കി തീർക്കുന്നു. ഞാൻ ഊഹിക്കുന്നു, ഏകദേശം 3960 ലിറ്റർ വീഞ്ഞെങ്കിലും യേശു കർത്താവ് ഉണ്ടാക്കി. കാരണം 6 കൽപ്പാത്രങ്ങളിലായിട്ട് 2-3 പേര കൊള്ളുന്ന എന്ന് പറയുന്നു. ആ കണക്കൂട്ടലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇഷ്ടം പോലെ സമൃദ്ധിയായി കൊടുക്കുന്ന ദൈവം ഇന്ന് രാവിലെ ഈ സമൃദ്ധമായി കൊടുക്കുന്ന, കരുതുന്ന, നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനുള്ള ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.